അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സ്വാഹിബിൽ ലിവാ ലക്കൽ മുൽക്കു വാലൈക തവക്കുൽ. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഇണകളും സന്താനങ്ങളും സജ്ജനങ്ങളിൽപ്പെട്ടവരായിത്തീരാനുള്ള നല്ലൊരു പ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. ഈ പ്രാർത്ഥന നാം നടത്തിയാൽ നമ്മുടെ ഭാര്യ സന്താനങ്ങൾ നന്നായിത്തീരും. ഭാര്യ ഈ പ്രാർത്ഥന നടത്തിയാൽ ഭർത്താവും ആ ഭാര്യയും സന്താനങ്ങളുമെല്ലാം നന്നായിത്തീരും. ആ കുടുംബം തന്നെ നന്നായിത്തീരും. ഏതാണ് ആ പ്രാർത്ഥന? ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ആ പ്രാർത്ഥനയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഖുർത്തുബി ഇമാം പറയുന്നു, ഇദാ ഖറഅ അഹദുക്കും റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാത്തിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്താണിത്. ഖുർആനിലെ 25-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ. ആ സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്താണ് ഈ റബ്ബന ഹബുലന എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ ആയത്ത് നാം കാണാതെ പഠിക്കുകയും 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നാം ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയും വേണം. നമുക്ക് എവിടെയെല്ലാം ദ്വാരക്കാൻ വേദികൾ കിട്ടുന്നുവോ ആ വേദികളിലെല്ലാം നാം ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളിൽപ്പെട്ട ഭാര്യമാരെ ഇണകളെ നൽകും. ഭാര്യമാർക്കും നടത്താമല്ലോ. അവർക്കും 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഈ പ്രാർത്ഥന നടത്താവുന്നതാണ്. എന്നാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമയേകുന്ന ഭാര്യമാരെയും ഇണകളെ നൽകും. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്തന്മാർക്ക് മാതൃകയാക്കും. ഈ ആയത്തിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇങ്ങനെ ഈ പ്രാർത്ഥന നടത്തിയാൽ യസ്ബഹു അഫ്രാദുൽ ഉസ്റത്തി സ്വാലിഹീന, വീട്ടിലുള്ള വ്യക്തികൾ സജ്ജനങ്ങളിൽപ്പെട്ടവരായിത്തീരും. വതസ്തമിറു ബറകാത്തുർ റബ്ബി ഫിൻ നുസൂലി അലാ ദാലിക്കൽ ബൈത്തി, ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും. അള്ളാഹു ഈ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്തായ റബ്ബന ഹബുലന എന്ന ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇണകളെയും സന്താനങ്ങളെയും അള്ളാഹു സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ വീടുകൾ അള്ളാഹുവിൻ്റെ ബറക്കത്ത് സദാ ചൊരിഞ്ഞു തരട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.